എല്ലാവർക്കും നമസ്കാരം. PSC കോഡ് സെഷനിലേക്ക് സ്വാഗതം. 6ാമത്തെ ക്ലാസ്സാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PSC കോഡ് എന്ന സെഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, അവയുടെ പേരെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കോഡിലൂടെ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 8 യൂണിയൻ ടെറിട്ടറീസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻസി ജനിച്ചത് കാശ്മീരിലാണ്. ദാദക്കും അതുപോലെ തന്നെ ലാലക്കും ഏറെ പ്രിയപ്പെട്ടവളാണ് അവൾ നടക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് ഡൽഹിയിൽ നിന്നൊരു പുതുചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ കോഡ്. അപ്പോൾ എന്താണ്? ആൻസി ജനിച്ചത് കാശ്മീരിലാണ്. ദാദക്കും ലാലക്കും ഏറെ പ്രിയപ്പെട്ടവളാണ് അവൾ നടക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് ഡൽഹിയിൽ നിന്നൊരു പുതുചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ആൻസി എന്ന് പറയുന്നത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആദ്യത്തേത്. സി ചണ്ഡീഗഡ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. സി ഫോർ ചണ്ഡീഗഡ്. എ എന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. സി ഫോർ ചണ്ഡീഗഡ്. ജനിച്ചത് കാശ്മീരിലാണ്. ജമ്മു കാശ്മീർ. എന്താണ് മൂന്നാമത്തേതായി? നാലാമത്തെ DA ദാദ എന്ന് വിളിക്കുന്നത് ഏതാണ്? ദാമൻ ആൻഡ് ഡ്യൂ ആൻഡ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി. നാലാമത്തെ. ലാല എന്ന് പറയുന്നത് എന്താണ്? ലാല ഉദ്ദേശിക്കുന്നത് ഏതാ? ലഡാക്ക് ആൻഡ് ലക്ഷദ്വീപാണ് ഈ ലാല എന്ന് ഉദ്ദേശിക്കുന്നത്. ലഡാക്കും ലക്ഷദ്വീപും. പിന്നെ കൂടുതൽ എന്താ പറയുന്നത്? അവൾ നടക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് ഡൽഹിയിൽ നിന്ന് ഒരു പുതുചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു, അല്ലേ? അപ്പോൾ ഡൽഹി യൂണിയൻ ടെറിട്ടറിയാണ്. ഒരു പുതുചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുന്നത് എന്താ? പുതുച്ചേരിയാണ്. അപ്പോൾ ഇതാണ് കോഡ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആൻസി എന്ന് പറയുന്നത് എന്താ? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സും ചണ്ഡീഗഡും. സി ഫോർ ചണ്ഡീഗഡ്. കാശ്മീർ എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ, മൂന്നാമത്തെ യൂണിയൻ ടെറിട്ടറി. 4 ദാദ്ര ആൻഡ് നഗർ ഹവേലിയും അതുപോലെ തന്നെ ദാമൻ ആൻഡ് ദിയു ഒരുമിച്ച്. പിന്നെ ലാല എന്ന് പറഞ്ഞാൽ 5ാമത്തെ ലഡാക്ക്, 6ാമത്തെ ലക്ഷദ്വീപ്, 7ാമത്തെ ഡൽഹി, 8ാമത്തെ പുതുച്ചേരി. ഇതാണ് 8 യൂണിയൻ ടെറിട്ടറീസ്. അപ്പോൾ ഇതാണ് കോഡ്. ഇത് എഫക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കോഡുകളെന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി ക്ലിയറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ വേർതിരിച്ച് കാര്യങ്ങളെ നോട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.